ജൂലൈ 18-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റെലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. സിവിൽ സർവീസിനു വേണ്ടിയുള്ള ജനറൽ സ്റ്റഡീസ് ക്ലാസുകൾ കൂടി മലയാളത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ ഞങ്ങളുടെ ലേണേഴ്സ് അൺലിമിറ്റഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. മാസം വെറും 1500 രൂപയ്ക്ക്. അതിൽ ആദ്യത്തെ ടോപ്പിക് എന്ന് വെച്ചാൽ കർണാടക ജോബ് റിസർവേഷൻ ബില്ലുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഈ ഒരു ബില്ല് കർണാടക ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെതിരെ ഇൻഡസ്ട്രിയുടെ ഭാഗത്ത് നിന്ന് വലിയ എതിർപ്പാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബില്ലിനെ കർണാടക ജോബ് ബില്ലിനെ തൽക്കാലത്തേക്കൊന്ന് ഹോൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് തീരുമാനിച്ചത്. അപ്പോൾ എന്താണ് ഈ ഒരു ബില്ല്, എന്താണ് ഈ ഒരു ബില്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് ഈ ഒരു ഡ്രാഫ്റ്റ് ബില്ല് കർണാടക ക്യാബിനറ്റ് റീസെൻ്റ്ലി ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? കർണാടകത്തിലെ ലോക്കൽസ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് റിസർവേഷൻ ജോബിൽ, പ്രൈവറ്റ് ജോബിലൊക്കെ റിസർവേഷൻ നൽകുന്നതിന് വേണ്ടിയിട്ടാണ്. പ്രൈവറ്റ് ജോബിൽ റിസർവേഷൻ നൽകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനെതിരെ ശക്തമായിട്ടുള്ള എതിർപ്പാണ് കർണാടകത്തിൽ പ്രവർത്തിക്കുന്ന വിവിധ സ്ഥാപനങ്ങളിൽ ഇൻഡസ്ട്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ടെമ്പറലി വിത്ത്ഹെൽഡ് കാറ്റഗറിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് തീരുമാനിച്ചു എന്നുള്ളതാണ് വാർത്ത വരുന്നതായിട്ടുള്ളത്. അപ്പോൾ എന്താണ് ബില്ല് എന്ന് വെച്ചാൽ കർണാടക സ്റ്റേറ്റ് എംപ്ലോയ്മെന്റ് ഓഫ് ലോക്കൽ കാൻഡിഡേറ്റ്സ് ഇൻ ദ ഇൻഡസ്ട്രീസ് ഫാക്ടറീസ് ആൻഡ് അതർ എസ്റ്റാബ്ലിഷ്മെന്റ് ബിൽ 2024 ആയിരുന്നു. ഇത് ക്യാബിനറ്റ് ജൂലൈ 15-നാണ് ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ ഇൻഡസ്ട്രീസിലെ, ഫാക്ടറീസിലെ, മറ്റ് എസ്റ്റാബ്ലിഷ്മെന്റിലെല്ലാം തന്നെ ലോക്കൽ കാൻഡിഡേറ്റ്സിന് മാനേജ്മെന്റ് പോർഷനിൽ 50%, നോൺ മാനേജ്മെന്റ് പോർഷനിൽ 70% റിസർവേഷൻ നൽകണം എന്നുള്ളതാണ്. അതായത് ബാംഗ്ലൂരൊക്കെ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ ബാംഗ്ലൂരിലെ പോലെ സ്ഥാപനങ്ങളിൽ അവിടെ മാനേജ്മെന്റ് പോർഷനിൽ 50% കർണാടകത്തിലുള്ള ആൾക്കാരുണ്ടാവും, 70% നോൺ മാനേജറിയൽ പൊസിഷൻസിൽ ആരുണ്ടാവണം? കർണാടകത്തിൽ നിന്നുള്ള ആൾക്കാരാണ്. സ്വാഭാവികമായിട്ടും ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ ആ ഒരു ഡൈവേഴ്സിറ്റിനെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇലക്ട്രോണിക് ക്യാപിറ്റൽ എന്നൊക്കെ വിളിക്കുന്ന, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ക്യാപിറ്റൽ എന്നൊക്കെ വിളിക്കുന്ന ബംഗളൂരിനെയൊക്കെ കാര്യമായിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഇൻഡസ്ട്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നത്. അതേസമയത്ത് കന്നഡ ഓർഗനൈസേഷൻസ് ഇതിനെ നന്നായിട്ട് സ്വാഗതം ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്ന് ഓർത്തുക. അപ്പോൾ ഇതൊരു കോൺട്രവേഴ്ഷ്യൽ ബില്ലായിട്ടാണ് കൊണ്ടുവന്ന്. ഇത്തരത്തിലുള്ള ലോക്കൽ റിസർവേഷൻ മുന്നേ ഹരിയാനയും കൊണ്ടുവന്ന് വലിയ കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ബില്ലുകൾ കൊണ്ടുവരുന്നത് ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. ഇതൊരിക്കലും നമുക്ക് ഒരു സ്റ്റേറ്റിൻ്റെ മാത്രം കാഴ്ചപ്പാടുകൾ നോക്കുവാണ്. നമ്മളുടെ രാജ്യത്തെ എല്ലാ ആൾക്കാർക്കും എവിടെയും ജോലി ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. നല്ല ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണെന്ന് ഓർത്ത് വെക്കണേ. എവിടെയും യാത്ര ചെയ്യാൻ, എവിടെയും സഞ്ചരിക്കാനുള്ള അവകാശം, എവിടെയും ജോലി ചെയ്യാനുള്ള അവകാശമുണ്ട്. അപ്പോൾ ആക്ച്വലി അതിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നതാണ് ഇത്തരത്തിലുള്ള നിയമങ്ങൾ എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ട് ഉണ്ട്. അടുത്തത് കേരളത്തിലെ ശക്തമായിട്ടുള്ള മഴയെ സംബന്ധിച്ചും IMDയുടെ ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് കളർ കോഡഡ് വാർണിംഗ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ കേരളത്തിൽ ഹെവി റെയിൻ ആണ്, നല്ല കാറ്റും ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തുടർച്ചയായിട്ട് 3ഓളം ദിവസമാണ് മഴ പെയ്യുന്നതായിട്ടുള്ളത്. ഈ ഒരു മഴ പെയ്യുന്ന സമയത്ത് മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓരോ ദിവസവും വാർണിങ്ങുകൾ ഇഷ്യൂ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ വാർണിങ്ങുകളെ ഓറഞ്ച് അലേർട്ട്, യെല്ലോ അലേർട്ട്, റെഡ് അലേർട്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. കഴിഞ്ഞ ദിവസം ഓറഞ്ച് അലേർട്ട് 10 ജില്ലകളിൽ വാർണിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ യെല്ലോ അലേർട്ടും ചില ജില്ലകൾ നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഈ ഒരു മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് നൽകുന്ന വാർണിംഗ്, എന്താണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ IMD ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെൻ്റ് ആണ് ജനങ്ങളെ അലേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതായത് ഇത്തരത്തിൽ നടക്കാൻ പോകുന്ന ഒരു ഹസാർഡിനെ സംബന്ധിച്ച്, ഒരു ഹസാർഡസ് വെതറിനെ സംബന്ധിച്ച് അലേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? കളർ കോഡഡ് വാർണിംഗുകൾ നൽകുന്നത്. എന്താണ് ഡാമേജ്, എന്താണ് അതിൻ്റെ ഇമ്പാക്റ്റ് എന്നുള്ളതിനെ കുറിച്ച് ഒരു സൂചനയാണ്. ഓർത്തു വെക്കുക, ഈ വാർണിംഗുകൾ എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്യും എന്നുള്ളതാണ്. 4 കളർ കോഡുകളിലായിട്ടാണ് നൽകുന്നത്. ഏറ്റവും കുഴപ്പമില്ലാത്തത് ഗ്രീൻ, ഓൾ ഈസ് വെൽ എന്നാണ് മീനിങ് ആയിട്ടുള്ളത്. നോ അഡ്വൈസറി ഇഷ്യൂഡ്. ഗ്രീൻ എന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല, നോർമൽ ആയിട്ടുള്ള സാഹചര്യമാണ്, പ്രത്യേകിച്ച് നമ്മളൊന്നും ശ്രദ്ധിക്കേണ്ടതില്ല എന്നുള്ളതാണ്. അടുത്തത് യെല്ലോ, ബി അവെയർ എന്നുള്ളതാണ്. യെല്ലോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വളരെ ബാഡ് വെതർ ആയിരിക്കും, കുറേ ദിവസത്തേക്ക് ബാഡ് വെതർ ആവാനാണ് സാധ്യതയുള്ളത്. അതുപോലെ തന്നെ അത് ഓരോ ദിവസം കഴിയുന്തോറും മോശമാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു ഇൻഡിക്കേഷനായിട്ട് ഈ ഒരു യെല്ലോനെ കാണാം. യെല്ലോ അലേർട്ട് എന്ന് പറഞ്ഞാൽ യെല്ലോ ഇൻഡിക്കേറ്റ് ബാഡ് വെതർ ആണ്, നന്നായിട്ട് മഴ പെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കാലാവസ്ഥ മോശമാവാനുള്ള സാഹചര്യം ഉണ്ട് ഡേ കഴിയുമ്പോൾ എന്നുള്ളതാണ് യെല്ലോ അലേർട്ട് കാണിക്കുന്നതായിട്ടുള്ളത്. ഓറഞ്ച് അലേർട്ട് അല്ലെങ്കിൽ ആംബർ എന്ന് പറയുന്നത് ബി പ്രിപ്പയർഡ് എന്നുള്ളതാണ്. ഓറഞ്ച് അലേർട്ട് ഇഷ്യൂ എന്ന് വെച്ചാൽ എക്സ്ട്രീംലി ബാഡ് വെതർ ആവാൻ സാധ്യതയുണ്ട്. കൂടാതെ ഒരു പൊട്ടൻഷ്യൽ ഡിസ്റപ്ഷൻ ഉണ്ടാവാണ്ട്, റോഡ്, റെയിൽ ക്ലോഷർ, അതുപോലെ തന്നെ പവർ സപ്ലൈയിലൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഓറഞ്ച് അല്ലെങ്കിൽ ആംബർ അലേർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബി പ്രിപ്പയർഡ് അതായത് ശക്തമായിട്ടുള്ള മഴയാണ്, ബാഡ് വെതർ ആണ്, ചില സമയത്ത് കമ്മ്യൂട്ടേഷൻ ഡിസ്റപ്ഷൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഇലക്ട്രിക് സപ്ലൈ ഡിസ്റപ്ഷൻസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ആംബർ അലേർട്ട് കാണിക്കുന്നത്. അടുത്താണ് സിവിയർ ആയിട്ടുള്ള റെഡ്, ടേക്ക് ആക്ഷൻ. എക്സ്ട്രീംലി വെതർ ബാഡ് കണ്ടീഷൻ ആണ്. ഇത് ട്രാവലിനെയും
പവർ സപ്ലൈയെ ഒക്കെ ബാധിക്കും. അതുപോലെ ഈവൻ ദർ ഇസ് എ റിസ്ക് ടു ലൈഫിന് ജീവന് തന്നെ ഭീഷണിയുള്ള ഒരു സാഹചര്യമാണ് എന്നുള്ളതാണ് റെഡ് അലേർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നതായിട്ടുള്ളത്. നമ്മൾ എല്ലാ ദിവസവും വാർത്തകളിൽ മഞ്ഞ അലേർട്ടാണ്, യെല്ലോ അലേർട്ടാണ്, ഗ്രീൻ അലേർട്ടാണ്, റെഡ് അലേർട്ടാണ്, ഓറഞ്ച് അലേർട്ടാണ് എന്നൊക്കെ കേൾക്കുമെങ്കിലും എന്താണ് ഈ ഒരു അലേർട്ടിന്റെ മീനിങ് എന്നുള്ളത് നമ്മളൊന്ന് ശ്രദ്ധിച്ച് ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഓർത്ത് വെക്കേണ്ട കാര്യം, ഈ അലേർട്ട് എന്ന് പറയുന്നത് ഇത് മൺസൂണിനോ അല്ലെങ്കിൽ മഴക്ക് മാത്രമുള്ള അലേർട്ട് അല്ല എന്ന് ഓർത്ത് വെക്കുക. ഇത് യൂണിവേഴ്സൽ നേച്ചറാണ്. എന്ത് തരത്തിലുള്ള നാച്ചുറൽ ഹസാർഡൊക്കെ ഉണ്ടാകുമ്പോഴും ഇത് തന്നെ ഇഷ്യൂ. ഉദാഹരണത്തിന് ഫ്ലഡിന്റെ സമയത്തും ഇത് തന്നെയാണ് ഇഷ്യൂ ചെയ്യാറുള്ളത്. അത് നമ്മൾ ഏത് സ്റ്റേജിലാണ്, വലിയ ഇഷ്യൂ ഇല്ലാതെ ഗ്രീൻ, യെല്ലോ ആണെങ്കിൽ കുറച്ച് മോശമാവാൻ സാധ്യതയുണ്ട് എന്നുണ്ടെങ്കിൽ യെല്ലോ, ഓറഞ്ച് ആണെങ്കിൽ കുറച്ച് അധികം മോശമാണ് സാഹചര്യമെങ്കിൽ ഓറഞ്ച്, അതിനുശേഷം വളരെ മോശം സാഹചര്യമാണെങ്കിൽ റെഡ് അലേർട്ട്. അപ്പോൾ ഇത് മഴയുടെ ഭാഗമായിട്ടോ അതുപോലെ ഫ്ലഡിന്റെ ഭാഗത്തോ അല്ലെങ്കിൽ യൂണിവേഴ്സൽ നേച്ചറിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കളർ കോഡിംഗ് സിസ്റ്റം ആണെന്ന് കൂടി ഓർത്ത് വെക്കേണ്ടതായിരുന്നു. ഇതിൽ വാട്ടറിനത് എബോവ് നോർമൽ, വാർണിംഗ്, അതുപോലെ തന്നെ ഡേഞ്ചർ ലെവൽ എന്ന രീതിയിലൊക്കെയാണ് ഇഷ്യൂ ചെയ്യാറുള്ളതെന്നും കൂടി ഓർത്ത് വെക്കുക പറയുന്ന പേര്. അപ്പോൾ ഇവിടെ വാർണിംഗിൽ നോ വാർണിംഗ് ആണ്, നോ ആക്ഷൻ, ഗ്രീൻ. യെല്ലോ ആണെങ്കിൽ, യെല്ലോ അലേർട്ട് ആണെങ്കിൽ വാച്ച്, ബി അപ്ഡേറ്റഡ്. ഓറഞ്ച് അലേർട്ട് ആണെങ്കിൽ അല്ലെങ്കിൽ ആംബർ അലേർട്ട് ആണെങ്കിൽ ബി പ്രിപ്പയർഡ്. റെഡ് അലേർട്ട് ആണെങ്കിൽ വാർണിംഗ് ആണ്, ടേക്ക് ആക്ഷൻ. ഇതൊക്കെയാണ് ആ കളർ കോഡഡ് സിസ്റ്റം. ഇത് ഓർത്ത് വയ്ക്കേണ്ടതായിട്ട് ഉണ്ട്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്റ്റുമായി ബന്ധപ്പെട്ടാണ്. പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഒരു ഫൈനാൻസ് ബില്ലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്റ്റിൽ ഇഡിക്ക് അധിക അധികാരങ്ങൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ആക്ഷേപങ്ങൾ എന്നുള്ളത്. സുപ്രീം കോടതി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കുറേ കണ്ടക്സ്റ്റുകളിൽ നോക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത് പേഴ്സണൽ ലിബർട്ടിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ഇഷ്യൂസിനെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് മണി ലോണ്ടറിങ് കേസുകളുമായി ബന്ധപ്പെട്ട് ഒരു ഓഫീസർ വന്നിട്ട്, ഇ ഡിയുടെ ഒരു ഓഫീസർ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നുള്ള ഒരു ഓഫീസർ വന്നിട്ട് ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ അറസ്റ്റ് വാലിഡ് ആയിട്ടുള്ള അറസ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ കുറച്ച് എന്തായാലും അറസ്റ്റിൻ്റെതായിട്ടുള്ള ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു പ്രൊസീജിയേഴ്സ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണ്ടേ എന്നുള്ളതാണ് ഒരു ചോദ്യമായിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത്തരത്തിൽ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് പ്രകാരം അറസ്റ്റ് ചെയ്ത ആൾക്കാർക്ക് ബെയിൽ നൽകുന്നതിൽ കോടതി ഭയങ്കരമായിട്ട് വിസമ്മതം കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻ കേസ് ഒരു കോടതി ബെയിൽ നൽകി കഴിഞ്ഞാൽ തന്നെ അത് അപ്പോൾ ഉയർന്ന കോടതി ആ ബെയിലിനെ സ്റ്റേ ചെയ്യുന്ന സാഹചര്യമുണ്ട്. ആക്ച്വലി ഈ ഒരു പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് എന്ന് പറയുന്ന ആക്ടിൽ ഇത്ര സിവിയർ ആയിട്ടുള്ള ഒരു പ്രൊവിഷൻ വേണോ? അത് പേഴ്സണൽ ലിബർട്ടിയുടെ മേലെ കടന്നിട്ടുള്ള ഒരു പ്രൊവിഷൻസ് ആവശ്യമുണ്ടോ എന്നുള്ളതാണ് സുപ്രീം കോടതി. അല്ലെങ്കിൽ അത് പേഴ്സണൽ ലിബർട്ടിക്ക് അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടന ആർട്ടിക്കിൾ 21 പ്രകാരമുള്ള റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടിയുടെ മുകളിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ളതാണ്, അതിനെ ഓവർറൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളതാണ് സുപ്രീം കോടതി പരിശോധിച്ചു വരുന്നതായിട്ടുള്ളത്. അതായത് ഒരു അറസ്റ്റിംഗ് ഓഫീസർ PMLA സെക്ഷൻ 19 പറയുന്നത് വെച്ചാൽ ഒരു ഉദ്യോഗസ്ഥൻ, ഒരു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥൻ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ് PMLA ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ആൾക്കാർ, അവരെയാണ് എൻഫോഴ്സിംഗ് ഏജൻസി ആയിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിലെ സെക്ഷൻ 19 പ്രകാരം ഒരു ഓഫീസർക്ക്, അതായത് ഒരു റീസൺ ടു ബിലീവ് ഉണ്ട്, അതായത് ഒരു വ്യക്തി മണി ലോണ്ടറിങ്ങിൽ ഇൻവോൾവ് ആണ്, ഗിൽറ്റി ആണെന്ന് വിശ്വസിക്കാൻ ഒരു കാരണമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അറസ്റ്റിംഗ് പ്രൊസീജിയറിലേക്ക് പോകാം എന്നാണ് പറയുന്നത്. ബട്ട് ദർ ഇസ് എ റീസൺ ടു ബിലീവ് എന്ന് പറയുന്നത് അത്ര വാലിഡ് ആണോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട്. കാരണം നമ്മുടെ രാജ്യത്ത് തെളിവുകളാണ് അത്യാവശ്യമായിട്ടുള്ളത്. അല്ലാതെ ഒരു ഓഫീസർക്ക് ഒരു കാരണമുണ്ട്, അദ്ദേഹം ഇൻവോൾവ് ആവാൻ കാരണമുണ്ട് എന്ന് തോന്നലിന്റെ അടിസ്ഥാനത്തിൽ മാത്രം അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു PMLA എന്ന് പറഞ്ഞാൽ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ ആയിട്ട് മാറുവാണ് ഓഫീസറുടെ മേലെ. അത് എന്തുകൊണ്ടാണ് അറസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നതെന്നും എന്തുകൊണ്ടാണ് അറസ്റ്റിന് ഒരാളെ അക്യൂസ് ചെയ്യുന്നതെന്നുള്ളത്. പക്ഷേ ഈ ഒരു ഒബ്ലിഗേഷൻസ് ഉണ്ടെങ്കിൽ പോലും ഇത് കൃത്യമായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു കൺസേൺ ആയിട്ട് മാറുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പവർ, അതായത് ഈ ഒരു അധികാരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ പോയിട്ട് അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം എന്ന് പറയുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു അധികാരം എന്ന് പറഞ്ഞാൽ ആക്ച്വലി അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ എന്നുള്ളതും ഇവിടുത്തെ ഒരു കൺസേൺ ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ, അല്ലെങ്കിൽ കോടതിയുടെ ഒബ്സർവേഷൻസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാളെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ടറി നിയമപരമായിട്ടുള്ള റിക്വയർമെന്റ്സ് എല്ലാം മീറ്റ് ചെയ്തിട്ടാണ് വേണം. ഈവൻ ഒരു ജഡ്ജിന്റെ എക്സാമിനേഷൻ അല്ലെങ്കിൽ ഒരു മജിസ്ട്രേറ്റിന്റെ എക്സാമിനേഷന്റെ ആവശ്യവും ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഈ ഒരു പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിന്റെ കീഴിലുള്ള അറസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ പ്യൂർലി ഓഫീസറുടെ താല്പര്യത്തിനനുസരിച്ച് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതും, ഓഫീസർ കൃത്യമായിട്ടുള്ള മെറ്റീരിയൽ എവിഡൻസുകൾ നോക്കേണ്ടതായിട്ടുണ്ടെന്നും ആ മെറ്റീരിയൽ എവിഡൻസിന്റെ അടിസ്ഥാനത്തിലല്ലാതെ
നമ്മൾ എന്ത് ചെയ്യും, ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. മിയർലി ഇത് അക്യൂസിഷൻ കാരണം ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഓഫീസർക്ക് വെറുതെ തോന്നുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ് പറഞ്ഞുള്ളത്. മറ്റൊരു കേസിൽ സുപ്രീം കോടതിയുടെ മറ്റൊരു ബെഞ്ച് പറഞ്ഞതെന്ന് വെച്ചാൽ, ഇത്തരത്തിൽ ഈ ഒരു ബെയിൽ ഓർഡേഴ്സ് എന്തിനാണ് കോടതികൾ എന്ത് ചെയ്യുന്നത്, സ്റ്റേ ചെയ്യുന്നത് എന്നതിനെ സംബന്ധിച്ചാണ് പറഞ്ഞത്. പ്രത്യേകിച്ചും കണ്ടംപററി ജുഡീഷ്യൽ ഫംഗ്ഷനിങ്ങുമായി ബന്ധപ്പെട്ട് തന്നെ ഈ ഒരു ചോദ്യം കോടതി ഉയർത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ബെയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യുന്നത്, ബെയിൽ എന്ന് പറയുന്ന ഒരു അവകാശമായിട്ട് നമുക്ക് ക്ലെയിം ചെയ്യാനൊന്നും പറ്റില്ല. അതായത് എന്നെ അറസ്റ്റ് ചെയ്തു പക്ഷേ എനിക്ക് ബെയിൽ വേണം എന്നുള്ളത് ക്ലെയിം ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് നോർമൽ കേസുകൾ, അതായത് ഞാൻ രാജ്യം വിട്ടുപോകാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ ഞാൻ തെളിവ് നശിപ്പിക്കാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ ഞാൻ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ ഞാൻ മറ്റ് ക്രൈമുകളിൽ ഇൻവോൾവ് ആവാൻ സാധ്യതയില്ല എന്നൊക്കെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരാളെ വെറുതെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇടുന്നതിന് പകരം അയാൾക്ക് ബെയിൽ നൽകുന്നതിൽ വലിയ ഇഷ്യൂ ഒന്നുമില്ല. ബട്ട് ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇങ്ങനത്തെ സാഹചര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും കോടതിയിൽ ബെയിൽ നൽകുന്നതിന് ശക്തമായിട്ടുള്ള എതിർപ്പാണ് അന്വേഷണ ഏജൻസി ഉണ്ടാക്കുക. എന്നാലും കോടതി കാര്യങ്ങളൊക്കെ പരിശോധിച്ച് ബെയിൽ നൽകി കഴിഞ്ഞാലും അതിന് മേലെ ബെയിലിനെ സ്റ്റേ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഹയർ കോടതിയിലേക്ക് അന്വേഷണ ഏജൻസി പോവുകയും ഹയർ കോടതിയിൽ ഇത് എത്തുമ്പോൾ അത് ബെയിൽ സ്റ്റേ ചെയ്യപ്പെടുന്ന സാഹചര്യമാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഈ ഒരു എന്തുകൊണ്ടാണ് ബെയിൽ സ്റ്റേ ചെയ്യുന്നതിന് കൃത്യമായിട്ടുള്ള വളരെ വ്യക്തമായിട്ടുള്ള റീസൺ വേണം. അല്ലാതെ ഈ ഒരു ലോവർ കോർട്ടിൻ്റെ തീരുമാനത്തെ, പ്രത്യേകിച്ചും ബെയിൽ കൊടുത്ത തീരുമാനത്തെ എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മൾ സ്റ്റേ ചെയ്യാൻ പറ്റില്ല. അത് കൃത്യമായിട്ടും ഉയർന്ന കോടതികൾ പരിശോധിക്കണം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഈ ഒരു പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് എന്ന് പറയുന്ന നിയമം കുറേ കാലങ്ങളായിട്ട് വാർത്തകളിലുള്ളതാണ്. പേഴ്സണൽ ലിബർട്ടിയുടെ അധികാരത്തിന് ഇഡിക്ക് അൺലിമിറ്റഡ് പവേഴ്സ് നൽകിയതാണെന്നൊക്കെയുള്ള രീതിയിലുള്ള ക്രിറ്റിസിസംസ് ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയും ഇടപെടുന്നുണ്ട്. ഫൈനാൻസ് ആക്ടുമായി ഈ ഒരു മണി ബില്ലുമായി ബന്ധപ്പെട്ട് റീസെന്റ് ഫൈനാൻസ് ആക്ടും ഒക്കെ പറഞ്ഞിരുന്നത്, മണി ബില്ലുമായി ബന്ധപ്പെട്ട് അമെൻമെന്റുകൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിൽ നടത്തിയ അമെൻമെന്റുകളും കോടതിയുടെ പരിധിയിലേക്ക് വരുന്നുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് കോടതിയുടെ ഒബ്സർവേഷൻസ് വരുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുള്ളതാണ്. അടുത്തൊരു വാർത്ത ഇന്ത്യയിലെ ജോബ് ക്രിയേഷനുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ജോബ്ലെസ് ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനാണ്. നമ്മുടെ രാജ്യം വളരുന്നുണ്ട്, GDP 7 മുതൽ 8% റേഞ്ചിൽ ഓരോ വർഷവും വളരുന്നുണ്ട്. ബട്ട് അൺഎംപ്ലോയ്മെന്റ് വർദ്ധിച്ചു വരികയാണ്, അല്ലെങ്കിൽ ജോബ് അതുപോലെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ നമ്മളുടെ രാജ്യത്ത് ഈ ഒരു ജോബിന്റെ ഇഷ്യൂവിനെ എങ്ങനെയാണ് നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിൾ നോക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ഇന്നും എംപ്ലോയ്മെന്റ് ജനറേഷൻ അല്ലെങ്കിൽ തൊഴിലുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുക എന്ന് പറയുന്നത് വലിയൊരു ചാലഞ്ചായിട്ട് തന്നെ നിൽക്കുവാണ്. ഒരു ഈസി വേയും ഇല്ല. ഒരുപാട് ആൾക്കാർ ജോബ് ചെയ്ത് ഒരുപാട് യങ് ജോബ് സീക്കേഴ്സ് ആയിട്ടുണ്ട്. നമ്മുടെ എക്കണോമി ആണെങ്കിൽ ഓരോ ദിവസവും ചേഞ്ച് ചെയ്തുകൊണ്ട്, ഇപ്പോൾ പ്രത്യേകിച്ചും കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള എക്കണോമിയാണ്. ഇനി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുവാണ്, റാപ്പിഡ് ആയിട്ടുള്ള ടെക്നോളജിക്കൽ ചേഞ്ചസ് നടക്കുവാണ്. അപ്പോൾ റീസെന്റ് ആനുവൽ സർവേ ഓഫ് അൺഇൻകോർപ്പറേറ്റഡ് സെക്ടർ എന്റർപ്രൈസസുകൾ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ റീസെന്റ് അൺഇൻകോർപ്പറേറ്റഡ് എന്റർപ്രൈസസുമായി ബന്ധപ്പെട്ട സർവേ പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മളുടെ രാജ്യത്തെ ടോട്ടൽ എന്റർപ്രൈസസിന്റെ 21% എന്റർപ്രൈസസ് ആക്ടിവിറ്റീസിന് ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നത് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ അൺഇൻകോർപ്പറേറ്റഡ് നോൺ അഗ്രികൾച്ചറൽ എക്കണോമി എന്ന് പറയുന്ന ഡാറ്റ 2022-ലെയും 2023-ലെയും ഡാറ്റയൊക്കെ പബ്ലിഷ് ചെയ്യുന്നു. 11 കോടി വർക്കേഴ്സാണ് ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്തിട്ടുള്ളത്. 2022 9.8 കോടിയാണെങ്കിൽ 2023 വരുമ്പോഴത്തേക്ക് 11 കോടിയായിട്ട് വർധനവ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ILO ഇന്ത്യ എംപ്ലോയ്മെന്റ് റിപ്പോർട്ടും നമ്മളുടെ മാനുഫാക്ചറിങ് സെക്ടറിൽ എംപ്ലോയ്മെന്റ് സ്റ്റാഗ്നന്റ് ആണ് എന്ന് തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഏകദേശം 12 മുതൽ 14% വളരെ സ്ലോ ജോബ് ട്രാൻസിഷൻ ആണ് അഗ്രികൾച്ചർ നോൺ അഗ്രികൾച്ചർ സെക്ടറിലേക്ക് നടക്കുന്നത്. ഇത് COVID-19 പാൻഡമിക്കിന്റെ സമയത്ത് ഒരു സ്റ്റാൻഡ് സ്റ്റിൽ അല്ലെങ്കിൽ റിവേഴ്സ് ചെയ്യുന്ന സാഹചര്യം വരെ ഉണ്ടായി എന്നുള്ളത്. അതായത് അഗ്രികൾച്ചറിലേക്ക് വീണ്ടും ആൾക്കാർ തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. അതുപോലെ സിറ്റി ഗ്രൂപ്പിന്റെ റിപ്പോർട്ട് പറയുന്നതെന്ന് വെച്ചാൽ, നമ്മളുടെ രാജ്യത്തെ നിലവിലുള്ള ജോബ് ക്രിയേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫ്യൂച്ചർ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ സഫീഷ്യൻ്റ് അല്ല എന്നാണ് പറയുന്നത്. കാരണം പോപ്പുലേഷൻ ഗ്രോ ചെയ്യുന്നുണ്ട്, ആൾക്കാർ പഠിച്ചിറങ്ങുന്നുണ്ട്, പക്ഷെ അതിനനുസരിച്ച് ജോബുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല എന്ന്. അതുപോലെ വാരിയസ് പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേസ് നോക്കിക്കഴിഞ്ഞാലും നമ്മളുടെ രാജ്യത്ത് അഗ്രികൾച്ചറിൽ ഇൻവോൾവ് ആയിട്ടുള്ള ലേബർ വർക്ക് ഫോഴ്സ് എന്ന് പറയുന്നത് 45.76% പറഞ്ഞത്. അതായത് നമ്മുടെ രാജ്യത്തിന്റെ മൊത്തം വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ 45.76% എവിടെയാണുള്ളത്? അഗ്രികൾച്ചറിലാണ്. അതുപോലെ തന്നെ സ്വദേശി ജാഗ്രൺ മഞ്ച് എന്ന് പറയുന്ന സ്ഥാപനം അല്ലെങ്കിൽ ഗ്രൂപ്പ് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ, അതായത് നിലവിൽ ഒരു റോബോട്ട് ടാക്സ് അല്ലെങ്കിൽ ജോബ് ക്രിയേഷനെ ഇൻസെൻറ്റിവൈസ് ചെയ്യണം. അതായത് നമ്മൾ ഓഫീസുകളിലും സ്ഥാപനങ്ങളൊക്കെ ഓട്ടോണോമി അല്ലെങ്കിൽ ഓട്ടോമേഷൻ അല്ലെങ്കിൽ റോബോട്ടിക്സ് ഒക്കെ ആധുനിക ടെക്നോളജീസ് യൂസ് ചെയ്യുമ്പോൾ അതിന് മേലെ അഡീഷണൽ ആയിട്ടുള്ള ടാക്സ് ഇമ്പോസ് ചെയ്യണം. എന്നിട്ട് ജോബ് ക്രിയേഷന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ
ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടാവണമെന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ട്രേഡ് യൂണിയൻസും എല്ലാം തന്നെ സെൻട്രലിനോട് ലോങ് പെൻഡിങ് ആയിട്ടുള്ള ഇന്ത്യൻ ലേബർ കോൺഫറൻസ് കൺവീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നുണ്ട് എന്ന് ഓർത്തുക. നമുക്കറിയാം ടെക്നോളജിക്കൽ ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ വളരെ സ്പീഡി ആയിട്ട് നൽകുന്നത് ഇത് ആൾക്കാരുടെ വർക്ക് ലോഡിനെ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് അൾട്ടിമേറ്റ്ലി എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ജോബിനെ ബാധിക്കാനും അൾട്ടിമേറ്റ്ലി അവരുടെ ലൈവ്ലിഹുഡിനെ ജീവിതമാർഗത്തെ ബാധിക്കാനും സാധ്യതയുണ്ട് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ അഗ്രികൾച്ചറിനെ ഇൻഡസ്ട്രിയലൈസ് ചെയ്യപ്പെടുന്നുണ്ട്. അതുവഴി കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ പബ്ലിക്കിലും കോപ്പറേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റുകളും ഈ മേഖലയിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നാണ് ഗവൺമെൻറ് കരുതുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഇൻഡസ്ട്രിയലൈസേഷൻ ചെയ്യുന്ന വഴി അഗ്രികൾച്ചറിനെ കുറച്ചുകൂടി ഇൻഡസ്ട്രിയലൈസ് ചെയ്യും, അത് കുറേ കൂടി പ്രൊഫിറ്റബിൾ ആക്കി മാറ്റുകയും അതിലെ കുറേ കൂടി തൊഴിലുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ രാജ്യത്ത് ഇപ്പോഴത്തെ ഒരു അഗ്രേറിയൻ അല്ലെങ്കിൽ അഗ്രികൾച്ചർ ബേസ്ഡ് ആയിട്ടുള്ള എക്കണോമിയിൽ നിന്നും ചെയ്യാൻ വേണ്ടി പറ്റുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ പ്രൈവറ്റ് അതുപോലെ തന്നെ പബ്ലിക് സെക്ടർ കമ്പനികളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കമ്പനികളിൽ കൂടുതൽ തൊഴിലുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ കൂടുതൽ തൊഴിലുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനങ്ങളെ യൂസ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു സ്റ്റെപ്പായിട്ട് എടുക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ഗ്ലോബൽ എക്സ്പീരിയൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വരും, എക്കണോമിക് ഗ്രോത്ത് ഉണ്ട്, പക്ഷേ എംപ്ലോയ്മെൻറ്റ് ഗ്രോത്ത് ഇല്ല എന്നുള്ളത് അൾട്ടിമേറ്റ്ലി സൊസൈറ്റീനെയും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെയൊക്കെ ബാധിക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നത്തെ നമ്മളിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതൊരു ഇഷ്യൂ അല്ല, നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാനുള്ള മിറ്റിഗേഷൻ മെഷേഴ്സാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതായിട്ട് ഉള്ളത്. അടുത്തൊരു വാർത്ത യൂണിയൻ ടാക്സ് റവന്യൂ ഡെവല്യൂഷനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ സിമിലർ ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സെൻട്രലിൽ നിന്നും സ്റ്റേറ്റിലേക്ക് നൽകുന്ന ടാക്സ് അതിൻ്റെ ഡെവല്യൂഷൻ ക്രൈറ്റീരിയ റിവൈസ് ചെയ്യണം, അത് കൃത്യമാക്കി മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ടുന്ന ഒരു ആർട്ടിക്കിളാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി വരുന്നത്. ദി ഹിന്ദുവിന്റെ ഇന്നത്തെ വിശകലനം കണ്ടതിന് നന്ദി. നിങ്ങൾക്ക് ഇത് സഹായകരമായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ബാക്കിയുള്ള വാർത്തകളുടെ വിശകലനത്തിനു വേണ്ടി ഞങ്ങളുടെ ന്യൂസ് അനാലിസിസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഒരു മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങളുടെ UPSC തയ്യാറെടുപ്പിന് ആവശ്യമായ എല്ലാ പ്രധാന വിശദാംശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ ന്യൂസ് അനാലിസിസ് നിങ്ങൾക്ക് മലയാളത്തിൽ ലഭിക്കും. കൂടാതെ സിവിൽ സർവീസിനു വേണ്ടിയുള്ള ജനറൽ സ്റ്റഡീസ് ക്ലാസുകൾ കൂടി മലയാളത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ ഞങ്ങളുടെ ലേണേഴ്സ് അൺലിമിറ്റഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. മാസം വെറും 1500 രൂപയ്ക്ക്.